അവന് 2 സിസ്റ്റേഴ്സ് ഉണ്ടോ എന്നതിന് he has 2 sisters എന്ന് ഞാൻ ചോദിച്ചാൽ അത് ശരിയാണോ തെറ്റാണോ? he has 2 sisters. സ്പോക്കൺ ഇംഗ്ലീഷിലാണെങ്കിൽ തെറ്റല്ല. കാരണം ഇത് ചോദ്യം ആയതുകൊണ്ട് ചോദ്യമാണെന്ന് തോന്നിക്കാൻ കുറച്ചൊരു വോയിസ് മോഡുലേഷനും പിന്നെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ ഇടുകയാണെങ്കിൽ തെറ്റല്ല. ഓക്കെ, അപ്പൊ കേൾക്കുന്ന ആൾക്ക് അത് ചോദ്യമാണെന്ന് ഫീൽ തോന്നിയാൽ മതി. ഓക്കെ, ശരിക്കും ഇത് ചോദിക്കേണ്ടത് ഡസ് he have 2 sisters എന്നാണ്. ഡസ് he have 2 sisters. പക്ഷെ അത് പറയാൻ പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡസ് he have 2 sisters അല്ലേ? അതുകൊണ്ട് പലരും സിമ്പിൾ ആക്കിയിട്ട് he has 2 sisters എന്ന് ചോദിക്കാറുണ്ട്. he has 2 sisters. അപ്പൊ അത് കുഴപ്പമില്ല, സ്പോക്കൺ ഇംഗ്ലീഷിൽ അത് ഓക്കെയാണ്. പക്ഷെ ശരിക്കും അത് പറയേണ്ടത് ഡസ് he have 2 sisters ആണ്. ഓക്കെ, ഇത് കുറെ ആൾക്കാർ ചോദിക്കുന്നു കേട്ടോ. അതുപോലെ ഇപ്പൊ എനിക്ക് കാറില്ല, ഐ ഡോണ്ട് ഹാവ് എ കാർ എന്ന് പറയും. ഓക്കെ, ഇപ്പൊ അവന് കാറില്ല എന്നത് ഹി ഡോണ്ട് ഹാവ് എ കാർ എന്ന് പറയും. അപ്പൊ അതിലെന്താ പ്രശ്നം? അത് ഗ്രാമാറ്റിക്കലി തെറ്റാണ്. ഓക്കെ, ഹി ഡോണ്ട് ഹാവ് എ കാർ നമ്മൾ പറയില്ല, ഹി ഡസന്റ് ഹാവ് എ കാർ നമ്മൾ പറയുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അവന് കാർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ he has a car അങ്ങനെ പറയാൻ പറ്റുമോ? he has a car. അതെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോയിസ് മോഡുലേഷനും കുറച്ച് ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ ഇടുകയാണെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ തെറ്റല്ല. അപ്പൊ ശരിക്കും അത് ചോദിക്കുമ്പോൾ ഡസ് ഹി ഹാവ് എ കാർ എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പലർക്കും തോന്നാറുണ്ട്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് he has a car അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഓക്കെ ആണ്. പക്ഷെ എന്നാലും നമ്മൾ ചോദിക്കുമ്പോൾ അത് കേൾക്കുന്ന ആൾക്ക് അതൊരു ചോദ്യമായിട്ട് ഫീൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഏറ്റവും നല്ലത് ഡസ് ഹി ഹാവ് എ കാർ. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഇപ്പോൾ ഞാൻ ജിമ്മിൽ പോകാറുണ്ട് എന്നതിന് ഞാൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകാറുണ്ട്. കണ്ടോ, മസിലൊക്കെ കണ്ടോ? കണ്ടു. ഓക്കെ, അപ്പോൾ ഞാൻ പറയും ഐ ഗോ ടു ദ ജിം എവറി ഡേ. അപ്പോൾ അവൾ എല്ലാ ദിവസവും ജിമ്മിൽ പോകാറുണ്ട്, അതെങ്ങനെ പറയാം? അവൾ ഷീ ഗോസ് ടു ദ ജിം എവറി ഡേ. ഓക്കെ, അവിടെ ഗോസ് എന്ന് വരാൻ കാരണം എന്താ? അതിന് 2 റീസൺസ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഹാബിച്വൽ ആക്ഷൻ. ഹാബിച്വൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹാബിറ്റ് ആണ് അല്ലേ? അതെ, കണ്ടിന്യൂസ് ആയി നടക്കുന്ന ഒരു ഹാബിറ്റ്. ഇങ്ങനെ ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ അതൊരു ഹാബിറ്റ് ആണ്. അപ്പോൾ ഷീ ഗോസ് ടു ദ ജിം. വേറെ അവിടെ ഗോസ് എന്ന ഗോ ഉപയോഗിച്ചാൽ പോലെ. അതാണ് രണ്ടാമത്തെ റൂളാണ് ഈ പറഞ്ഞ ഗോ എന്തുകൊണ്ട് വരില്ല എന്നുള്ള റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിലുള്ള ഒരു ബേസിക് റൂളാണ് ഹി ഷീ ഇറ്റ് അല്ലെങ്കിൽ സിംഗുലർ ആണെങ്കിൽ നമ്മൾ എസ് ഫോം ആണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഗോസ്. രാജു ജിമ്മിൽ പോകാറില്ല എന്നിങ്ങനെ പറയാം. രാജു ഡസന്റ് ഗോ ടു ദ ജിം. രാജു ഡോണ്ട് ഗോ എന്ന് പറയില്ല. ഇല്ല, ഡസന്റ് ഗോ. ഇനി രാജു ജിമ്മിൽ പോവാറുണ്ടെന്നാണെങ്കിൽ രാജു ഗോസ് ടു ദ ജിം എവറി ഡേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവൾ ഇന്നലെ ജിമ്മിൽ പോയിരുന്നു എന്ന് എങ്ങനെയാ പറയാം? അവൾ ഇന്നലെ ജിമ്മിൽ പോയിരുന്നാണെങ്കിൽ she went to the gym yesterday. yes, she went എന്നാവും. അവിടെ she goes എന്ന് വരില്ല, she went. കാരണം ഓൾറെഡി കഴിഞ്ഞു പോയതാണ്. she went to the gym yesterday. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്. ഞാൻ എല്ലാ ദിവസവും 5 മണിക്ക് എണീക്കാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും 5 മണിക്ക് എണീക്കാറുണ്ട്, അതെങ്ങനെ പറയാം? I wake up at 5 o'clock every day. I wake up. Okay, I woke up എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? I woke up എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് ആണ്. എല്ലാം ഇപ്പോഴും ചെയ്യുന്നതാണെങ്കിൽ പ്രസന്റ് ടെൻസ് wake up. അതായത് ഒരു ഹാബിറ്റ് ആണെങ്കിൽ I get up അല്ലെങ്കിൽ I wake up എന്ന് പറയും. I wake up at 5 o'clock. ഓക്കെ, ഇപ്പോൾ ഇന്നലെ ഞാൻ 5 മണിക്കാണ് എണീറ്റതെന്നാണെങ്കിൽ I woke up എന്നാണ് പറയുക. അപ്പോൾ ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഗെറ്റപ്പും വേക്കപ്പും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. വേക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണ് ഉറങ്ങിയിട്ട് നമ്മൾ കണ്ണ് തുറക്കുന്നതിന് നമ്മൾ വേക്കപ്പ് എന്ന് പറയും. ഇനി ബെഡിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ഗെറ്റപ്പ് എന്ന് പറയും. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇപ്പോൾ നിപ്പുന്റെ ഗെറ്റപ്പും വേക്കപ്പ് ഒക്കെ സെയിം സമയമാണോ? അല്ല, ഞാൻ ചിലപ്പോൾ 5 മണിക്ക് വേക്കപ്പ് ആയിരിക്കും, പക്ഷേ ചിലപ്പോൾ 7 മണിയാവും ഗെറ്റപ്പ് ആവാൻ. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ചോദിക്കും നീ എന്ത് ചെയ്യുന്നു? ഞാനൊരാളെ കാണുമ്പോൾ ചോദിക്കും വാട്ട് ഡു യു ഡു, എന്ത് ചെയ്യുന്നു? ഓക്കെ, ഇപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ വാട്ട് ഡു യു ഡു? ഞാൻ നിങ്ങളെ അറിയില്ല എന്ന് വിചാരിക്കുക, ഞാൻ എവിടെയെങ്കിലും വെച്ച് കണ്ടു, അപ്പം ചോദിക്കും വാട്ട്സ് യുവർ നെയിം? നിപ്പു. ഓക്കെ, നപ്പു, സോറി എനിക്ക് എപ്പോഴും അത് മാറും. അപ്പോൾ വാട്ട് ഡു യു ഡു എന്ന് ചോദിക്കും. വാട്ട് ഡു യു ഡു? ഐ ആം ആൻ ഇംഗ്ലീഷ് ടീച്ചർ. ഓക്കെ, അപ്പോൾ വേറൊരാളോട് നമ്മൾ ചോദിക്കുകയാണ് അവൻ എന്ത് ചെയ്യുന്നു, അതെങ്ങനെ ചോദിക്കാം? വാട്ട് ഡസ് ഹി ഡു? വാട്ട് ഡസ് ഹി ഡു എന്ന് ചോദിക്കാം. യെസ്, വാട്ട് ഡസ്. പലരും അത് വരുത്തുന്ന മിസ്റ്റേക്ക് എന്താ? വാട്ട് ഡു ഹി ഡു. യെസ്, അങ്ങനെയൊക്കെ ചോദിക്കും. വാട്ട് ഡു ഹി ഡു എന്നൊക്കെ ചോദിക്കും. അങ്ങനെയല്ല, വാട്ട് ഡസ് ഹി ഡു. ഓക്കെ, അപ്പോൾ അതൊക്കെ. ഇനി അടുത്തത്, നീ എവിടെ നിന്നാണ് ലഞ്ച് കഴിക്കാറ്? ഇപ്പോൾ ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്നല്ല ഞാൻ കഴിക്കാറ്, അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് നീ എവിടെ നിന്നാണ് ലഞ്ച് കഴിക്കാറ്, എങ്ങനെ പറയാം? Where do you have your lunch? Yes, where do you have your lunch? അപ്പോൾ ഇന്നലെ ഞാൻ അവിടെ എന്തുകൊണ്ട് ഡു വന്നു? കാരണം എവിടെ നിന്നാണ് കഴിക്കാറ്, അതായത് ഹാബിച്വലായി നടക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും എവിടെ നിന്നാണ് സ്ഥിരമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് അവിടെ ഡു വന്നത്. ഇനി ഞാൻ ഇന്നലെ എവിടെ നിന്നാണ് കഴിച്ചതെന്നാണെങ്കിലോ? Where did you have your lunch? Yes, where did you have your lunch? ഇനി അവിടെ ഫ്രം വേണോ? എവിടെ നിന്ന് കാണുമ്പോൾ അവിടെ ഫ്രം വേണോ? അതെ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഫ്രം യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതില്ലാണ്ടും യൂസ് ചെയ്യാം. അതേപോലെ ഈറ്റ് ആൻഡ് ഹാവ്, അത് ഇന്റർചേഞ്ചബിൾ ആണോ? അതെ, ഈറ്റ് ആൻഡ് ഹാവ്. ഇപ്പൊ നിങ്ങൾക്ക് ഹാവ് യൂസ് ചെയ്യണ്ട, ഈറ്റ് ആണ് യൂസ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ യു കൻ യൂസ് ഈറ്റ്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത്, ഇപ്പൊ എനിക്കറിയില്ല എന്നുള്ളതിന് ഐ ഡോണ്ട് നോ എന്ന് പറയും. അതെ. അവനറിയില്ല എന്നുള്ളതിന് ഹി ഡോണ്ട് നോ എന്ന് പറയോ? പറയില്ല. പക്ഷെ പലരും അങ്ങനെ പറയാറില്ലേ? അതെ, കേട്ടിട്ടുണ്ട്. പക്ഷേ he doesn't know. Yes, he doesn't know എന്നാണ് പറയാ. ഇനി ആർക്കും അറിയില്ല എന്ന് എങ്ങനെയാ പറയാ? No one knows. ഓക്കെ, എല്ലാവർക്കും അറിയാമെന്നാണെങ്കിൽ everyone knows. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ ഒക്കെ S form use ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിലൊക്കെ ആളുകൾ വരുത്തുന്ന മിസ്റ്റേക്ക് ആണ് everyone know. കാരണം everyone എന്ന് പറയുമ്പോൾ കുറേ പേരുണ്ടല്ലോ എന്നുള്ളതുകൊണ്ട്. പക്ഷേ that's a collective noun. ഓക്കെ, അപ്പൊ എന്റെ അവസാനത്തെ ചോദ്യം ഇതാണ്. ഇപ്പോൾ എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളതിന് ഐ ഡോണ്ട് ലൈക്ക് എന്ന് പറയും. ഐ ഡോണ്ട് ലൈക്ക്. ഇപ്പോൾ എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല, ഐ ഡോണ്ട് ലൈക്ക്. ഇപ്പോൾ അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമില്ല എന്നുള്ളതിന് she doesn't like ice cream. പക്ഷെ പലരും വരുത്തുന്ന മിസ്റ്റേക്ക് എന്താണ്? she don't like ice cream. ഷീ ഡോണ്ട് ലൈക്ക് എന്ന് പറയും. ഷീ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഷീ ഡോണ്ട് ലൈക്ക് അല്ല, ഷീ doesn't like. ഓക്കെ, ഇനി അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കും, ഷീ ലൈക്സ് ഐസ്ക്രീം, ഷീ ലൈക്സ് ഐസ്ക്രീം. yes, അങ്ങനെ ചോദിക്കാറില്ലേ? ഷീ ലൈക്സ് ഐസ്ക്രീം. ശരിക്കും അത് ചോദിക്കേണ്ടത് എങ്ങനെയാ? does she like ice cream? യെസ്, പക്ഷേ ഷീ ലൈക്സ് ഐസ്ക്രീം എന്ന് ചോദിക്കാം with modulation and facial expression. കേൾക്കുന്ന ആൾക്ക് ഒരു ചോദ്യമാണ് തോന്നുന്നത്. ഓക്കെ, ഷീ ലൈക്സ് ഐസ്ക്രീം. അപ്പോൾ അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണെന്ന് എങ്ങനെ പറയാം? ഷീ ലൈക്സ് ഐസ്ക്രീം. yes, she likes ice cream. യെസ്, ഷീ ലൈക്സ്. ഷീ ലൈക്ക് എന്ന് പറയുന്നത് ഷീ likes. ഷീ ലൈക്സ്. ഓക്കെ, ഷീ ലൈക്സ് ഐസ്ക്രീം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ മാറിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സാപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ പഠിക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങളുടെ ഫ്രീ സമയങ്ങളിൽ ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടു കൂടി നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. വാട്സാപ്പിലൂടെയാണ്. മുകളിൽ ബയോയിൽ ഞങ്ങളുടെ ഒരു വാട്സാപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. താങ്ക് യു. Thank you. English House. English at your fingertips.